ഹായ്, അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചീര കൃഷി ചെയ്തേക്കുന്ന കേട്ടോ. ഇത് ഒരു 10 ചെറിയ ചട്ടിയിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിന് മാത്രം ചെയ്യും. ഇത് വർഷച്ചീര എന്ന് പറയുന്ന ഇനമാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതനുസരിച്ച് വീണ്ടും വളർന്നു വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് 1 വർഷം വരെ ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. ചീര വിത്ത് പാകുമ്പോൾ ചെയ്യേണ്ട രീതികൾ ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതറിയാത്തവർക്ക് അത് നോക്കാം. നമുക്ക് വർഷകാലത്ത് ചീര ചെയ്തു കഴിഞ്ഞാൽ ചീരയിൽ ഇലപ്പുള്ളി രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ചീര കൃഷി ചെയ്യേണ്ട കറക്റ്റ് സമയമെന്ന് പറയുന്നത് ഇതാണ്. വേനൽക്കാലത്ത് നല്ല രീതിക്ക് വെള്ളത്തിൻ്റെ ലഭ്യത ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ചീര. അപ്പോൾ ചീരയിൽ നിങ്ങൾക്ക് ഗോമൂത്രം നിങ്ങൾക്ക് ലഭ്യമാണെന്നുണ്ടെങ്കിൽ 1 മഗ് ഗോമൂത്രം 10 ഇരട്ടി വെള്ളവും കൂടി മിക്സ് ചെയ്ത് ചീരയുടെ ചുവട്ടിലൊഴിക്കുകയും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ ചീര നല്ല കരുത്തോടു കൂടി വളരും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വർഷച്ചീരയുടെ വിളവെടുപ്പാട്ടോ. ഏകദേശം ഒരു 2 തണ്ട് മതിയെന്ന് തോന്നുന്നു നമുക്ക് തോരൻ വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ, എനിക്ക് ഇത്രയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചീര. തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇലപ്പുള്ളി രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ചെയ്യാവുന്ന ഒരു കാര്യം, സ്യൂഡോമോണസ് ഇടയ്ക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചൂട്ടിലൊഴിച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മണ്ണൊരുക്കുമ്പോൾ തന്നെ സ്യൂഡോമോണസ് കൂടി ചേർക്കുക. അത് ചേർത്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ചീര. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.